ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇയാസി കെ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇവിടെ അതിൻ്റെ ബാക്കിയായിട്ട് ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഗ്യാരേജിൽ, അതായത് നമ്മുടെ ഗ്യാരേജ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ തന്നെ നമ്മൾ പണിയിക്കുന്ന ആ ഒരു വർക്ക്ഷോപ്പിൽ അണ്ണനെയും കൊണ്ട് പണിയിപ്പിച്ച് ഫുള്ള് പണി തീർത്ത് പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞിറങ്ങിയ ഒരു വണ്ടിയായിരുന്നു കേട്ടോ 540. അപ്പം അവനെയും കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ റിവ്യൂ എടുക്കലോ കാര്യങ്ങളൊന്നും ചെയ്തില്ല, പകരം ഒരു ഓഫ് റോഡ് തന്നെ വന്ന് കയറുവാട്ടോ ചെയ്തേ. അപ്പം അതിൻ്റെ ഓണറായ ഷെമീം ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാട്ടോ നമ്മളും എന്നാ പറഞ്ഞേ, അവരുദ്ദേശിച്ച പോലെ തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. പണിയും കഴിഞ്ഞു, കാര്യങ്ങളും കഴിഞ്ഞു, ലുക്കിലും കുറവൊന്നും വന്നിട്ടുമില്ല. അപ്പോൾ അവന് വേണ്ടി ഞങ്ങൾ വന്ന് ഓഫ് റോഡ് വന്ന് മല കയറി തിരിച്ചിനി ഇറങ്ങി പോണതിൻ്റെ വീഡിയോ കേട്ടോ. വീഡിയോയുടെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേ കേട്ടോ, ആരും സ്കിപ്പ് അടിച്ച് പോകരുത്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കാരണം നല്ല ഉപകാരമുള്ളൊരു വീഡിയോ, ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേ കേട്ടോ. കാരണം ഞാനൊരു 2-3 ആഴ്ചയായിട്ട് തന്നെ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ പ്രോഡക്റ്റ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ UHD ആൻഡ്രോയിഡ്, ഫുൾ ആൻഡ്രോയിഡ് സിസ്റ്റം. അതായത് ചെറിയൊരു പാക്കാണ്, ഇത്രയേ ഉള്ളൂ കയ്യിൽ പിടിക്കാനാണ് ഈ പാക്കറ്റ് തന്നെ. പക്ഷേ ഇതെന്ന് വെച്ചാൽ 8GB 128GB വരുന്ന സൈസ് ഒരു എന്താ പറഞ്ഞാൽ ഒരു മൊബൈലായിട്ട് ഉപയോഗിക്കുന്ന കൂട്ട് സംഭവമാണ്. നമ്മുടെ കാറുകളിലൊക്കെ ഡിസ്പ്ലേയിൽ ചെയ്യാൻ പറ്റുന്നൊരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ആൻഡ്രോയിഡ് ആക്കി മാറ്റാൻ പറ്റും. നമ്മുടെ വണ്ടിയുടെയൊക്കെ ഡിസ്പ്ലേ ഉണ്ടല്ലോ, കാറിൻ്റെയൊക്കെ സെറ്റ് വരുന്നത്, ഇത് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് സിം ഇടാൻ പറ്റും, മെമ്മറി കാർഡ് ഇടാൻ പറ്റും. അതല്ലാണ്ട് തന്നെ 8GB 128GB മെമ്മറിയും വരുന്നുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ടും അടിപൊളിയാണ്. കാരണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിത് മുമ്പ് മേടിക്കാൻ വേണ്ടി നോക്കിയ സാധനങ്ങളൊക്കെ 25,000 30,000 ഒക്കെ റേറ്റ് ആയിരുന്നു കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം, അതിൽ കയറി കഴിഞ്ഞാൽ 16,300 രൂപയോ അങ്ങനെ എത്ര എങ്ങാണ്ടോ വരുന്നുള്ളൂ. പക്ഷേ നല്ല അടിപൊളി ക്ലാരിറ്റിയാണ്, വേറെ ലാഗിങ്ങോ കാര്യങ്ങളോ ടച്ചിൽ പ്രശ്നമോ ഒന്നുമില്ല, അടിപൊളിയാണ്. ഞാൻ അതിൻ്റെ അകത്താണെങ്കിലും മറ്റേ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ വഴി ഹോട്ട്സ്പോട്ട് മറ്റേ ഓൺ ആക്കിയിട്ട് നമ്മൾ ഷെയർ ചെയ്യില്ലേ, അങ്ങനെ വരെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വീഡിയോസോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കയറ്റി നമുക്കാണെങ്കിൽ വണ്ടിക്കകത്ത് സിനിമ കാണാം. പക്ഷേ വേറെ കാര്യമുണ്ട്, റണ്ണിങ്ങിലും ഇത് വർക്കാവും കേട്ടോ. യൂട്യൂബ് അതുപോലെ പ്ലേ ചെയ്യാം, നമുക്കതുപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പ്ലേ സ്റ്റോർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി തരാം. ഇതിപ്പം 4GB റാം 64GB ഉണ്ട്, 8GB റാം 128GB ഉണ്ട്. ഇതിപ്പോൾ 8GB 128GB കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് സിമ്മൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ പ്രോഡക്റ്റ് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. വളരെ ക്യൂട്ടാണ് സംഭവം, ചെറിയൊരു പ്രോഡക്റ്റേ ഉള്ളൂ. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ സാധനം. കാണാനാണെങ്കിൽ വളരെ ക്യൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ, ഇങ്ങനെ പിടിച്ചാൽ അത്രേ ഉള്ളൂ. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഇരിക്കണോണ്ട് നല്ല സംഭവം. ഞാൻ ഇതിൻ്റെ അകത്ത് സിം ഇട്ടിട്ടുണ്ട് കേട്ടോ. സിം ഇവിടെ ഇടാം, സിം ഇടാനുള്ള സ്പോട്ടുണ്ട്, അതുപോലെ ലൈറ്റ്നിങ് ചാർജിങ്, ഇവിടെ മെമ്മറി കാർഡ് ഇടാം, ഇവിടെ നമ്മളല്ലാണ്ട് കേബിൾ കുത്താം. ഇതെല്ലാത്തിനുള്ള സ്പേസോട് കൂടിയാണ് ഈ സാധനം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിലും വേറെ അധികം പറയാനായിട്ട് കുറേ കേബിളുകളും പിന്നെ അതിൻ്റെ മാനുവലും പിന്നെ സിം ഇജക്റ്റിംഗ് ടൂള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വണ്ടിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ, എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ എന്നുള്ളത്. ഇത് കണക്ട് ചെയ്യാനും വളരെ ഈസി ആയിട്ട്, ചുമ്മാ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് കണക്ഷൻ കൊടുത്തിട്ട് നേരെ USB-യിലേക്ക് കണക്ട് ചെയ്താൽ വെച്ചാൽ മതി. സാധാരണ അറിയാലോ എല്ലാവർക്കും, ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ലൈറ്റ് തരും കേട്ടോ. എവിടെയെങ്കിലും ലൈറ്റ് ഓണായി കഴിയുമ്പോഴത്തേനും കണ്ടോ ചെറിയ ലൈറ്റ് കളഞ്ഞു. ഇനി അത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് കണക്ഷൻ വരണം. സിസ്റ്റത്തിലേക്ക് നമ്മുടെ കണക്ഷൻ, ഇതിപ്പോൾ ഈ എൻ്റെ വേണ്ടി കിയ സെൽട്ടോസ് ആട്ടോ. ഇത് പക്ഷേ ഈ ആൻഡ്രോയിഡ് സിസ്റ്റമുള്ള എല്ലാത്തിലും ഉപയോഗിക്കാം. ഇത് കണ്ടത് വേറെ ഒന്നേക്കണമെങ്കിൽ കണ്ടോ, ഒരു നല്ല അടിപൊളി ഒരു പർപ്പിൾ ലൈറ്റൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. പിന്നെ സിസ്റ്റം നമ്മുടെ ഓണായി വരും. അപ്പോൾ ഇത് ഞാൻ ശരിക്കും പറഞ്ഞ് ഇവരുടെ വേച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇവരുടെ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ റേറ്റ് കുറവുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേനും ഫുള്ളി ശരിക്കും പറഞ്ഞൊരു ഫോണിൻ്റെ ഉപയോഗം. ഞാൻ ഇതിൻ്റെ അകത്തൊരു സിം ഇട്ട് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ സിമ്മിലേക്ക് വിളിച്ചാൽ നമുക്ക് ഫോൺ ഇതിൻ്റെ അകത്ത് റിങ് ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഗൂഗിൾ മാപ്പ് കാര്യങ്ങൾ, ഇനി ആപ്ലിക്കേഷൻ വേണമെങ്കിൽ എല്ലാ ടൈപ്പ് ആപ്ലിക്കേഷനും നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൻ്റെ അകത്ത് എടുക്കാം കേട്ടോ. കണ്ടോ, മാക്സിമം നമുക്ക് സ്പോട്ടിഫൈയോ ഇല്ലെങ്കിൽ ഞാൻ ഈ VLC പ്ലെയറും MX പ്ലെയറൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വാട്സപ്പ് ഉണ്ട്, ഹോട്ട്സ്റ്റാർ ഉണ്ട്, ആണ്ടോ ആമസോൺ പ്രൈം ഉണ്ട്, എന്ത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് കാണാം. സിനിമയൊക്കെ ആണെങ്കിൽ ഫുൾ ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ഞാൻ MX പ്ലെയറിലാണ്, ഞാൻ 1-2 പടമൊക്കെ ഞാൻ ചുമ്മാ ഇതിൻ്റെ അകത്ത് കയറ്റിയിട്ട് നമുക്ക് ലോങ്ങൊക്കെ പോകുമ്പോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ എന്നാ പറഞ്ഞാൽ ഈ മൊബൈലിൽ കാണുന്നത് പോലെ തന്നെ ഫുൾ ലെങ്ത്തിൽ ഫുൾ വലുപ്പത്തിൽ തന്നെ നമുക്ക് വീഡിയോസിനകത്ത് കാണാൻ പറ്റും കേട്ടോ. നല്ല കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പടം അത് നമ്മളിപ്പോൾ എത്ര ക്ലാരിറ്റി കൂടിയ വീഡിയോസ് ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാരിറ്റിയോട് കണ്ട് ഫുൾ ഡിസ്പ്ലേ തന്നെ കിട്ടുകയും ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് 24,000-25,000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിച്ചപ്പോഴേക്കും അതിൽ ചെറിയ ഡിസ്പ്ലേ ആയിരുന്നു വരുന്നുള്ളൂ, ഫുള്ളായിട്ട് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് എനിക്ക് നോക്കിയപ്പോൾ ഫുൾ ലെങ്ത്തിൽ ഫുൾ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ,
നമ്മൾ സാധാ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ വയർലെസ് ആയിട്ട് തന്നെ കണക്ഷനും കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട ഫീച്ചർ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് സ്പീഡ് കാണിക്കുന്നുണ്ട്, ടൈമുണ്ട്, ഇതിൻ്റെ അകത്ത് നെസ്റ്റ് അടിക്കാനുള്ള ഓപ്ഷൻ, പിന്നെ മാപ്പ്, നമ്മുടെ ഗൂഗിൾ മാപ്പ് തന്നെ നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ നോക്കിയിട്ട് ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കി. നമ്മൾ 2-3 ആഴ്ചയോളം ഞാൻ ഉപയോഗിച്ചതിന് ശേഷമായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്ക് അത്രയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. കാരണം നമ്മളല്ലാണ്ട് അങ്ങനെ പ്രോഡക്റ്റ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾക്കറിയാലോ. ഒരു തവണ ഒരു ഹെയർ ഓയിലിൻ്റെ കൊണ്ട് ചെയ്തു, പക്ഷേ അതെനിക്ക് വലിയ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് ഞാൻ 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം, ഉപയോഗിക്കാം. ഈ ഒരു എമൗണ്ട് ആകും 16,000 സംതിങ് രൂപ. പക്ഷേ വേറെ പ്രോഡക്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് 25,000-30,000 ഒക്കെ വെച്ച് വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ അതേ ക്വാളിറ്റിയിലും അതിനേക്കാൾ ഒരുപടി മുന്നിലായിട്ട് നിൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പ്രോഡക്റ്റ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. ഇത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞ അവരുടെ തന്നെ വയർലെസ് ഓട്ടോ ആയിട്ട് കണക്ട് ചെയ്യാം. അത് വയർലെസ് ഇല്ലാണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റ് ആട്ടോ ഇത്. ഈ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇത്രയും ഫീച്ചറുകൾ ഉണ്ടെങ്കിൽ ഈ സാധനം വേണം. ഇതാണെങ്കിൽ ചെറിയ എമൗണ്ട് അങ്ങോട്ട് ആവുന്നുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ച് നോക്കുക. കാരണം നമുക്ക് ഫുള്ളായിട്ട് ഡിസ്പ്ലേയിലേക്ക് വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാനും എല്ലാത്തിനുള്ള സൗകര്യം കിട്ടുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ധൈര്യമായിട്ട് കയറി കണ്ടു നോക്കിയോ, വാങ്ങിച്ചു നോക്കിയോ, പൊളിച്ചോ, എന്തായാലും ബാക്കിയുള്ള കാണിച്ചു തരാം. പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഒന്നും ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ടായിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് തട്ടിക്കൂട്ടിലാണെന്ന് തോന്നുന്നു. എന്തായാലും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ കരുത്തിൽ നിന്ന് വീണ്ടും തിരിച്ചു വരുവാണ്. അപ്പോൾ ഇത് നമ്മുടെ ചെറുക്കൻ പണി കഴിഞ്ഞിറങ്ങി ഇടയ്ക്കിടയ്ക്ക് പറയണ്ട, ഞങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്കറിയാം കേട്ടോ. പക്ഷെ എന്നാലും അങ്ങനെ അല്ലല്ലോ. പക്ഷെ അവൻ്റെ ലുക്ക് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഓവറായിട്ട് ഇപ്പോൾ നമ്മൾ താറിൻ്റെയൊക്കെ ആണെങ്കിലും ടയർ ഒത്തിരി പുറത്തേക്ക് നിൽക്കുന്നു, അങ്ങനെയുള്ള സീനൊന്നും ഇതിനില്ല. എന്നാൽ 31, 10, 15 ടയർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ്. MIDനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഓവറായിട്ട് പുറത്തേക്കൊന്നും തള്ളിച്ചിട്ടില്ല, മാന്യമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ കളറ് ബ്ലാക്ക് ആണെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ചത് ഗ്രീൻ ആട്ടോ. അത് ഗ്രീൻ പല സമയത്തും നമുക്ക് കിട്ടുന്നുണ്ട്, എപ്പോഴും ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ ഗ്രീൻ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പെർഫോമൻസും ഞാൻ പ്രതീക്ഷേനേക്കാൾ അപ്പുറം പെർഫോമൻസ് ഉണ്ട് വണ്ടി കേട്ടോ. അതിനകത്ത് KMD90 അല്ല, NGT 520 ഗിയർ ബോക്സും DA ടർബോ ആട്ടോ വണ്ടിയിലുള്ളത്. ഇപ്പോൾ എൻജിൻ DA ടർബോയുടെ വരുമ്പോഴത്തേനും പവർ സ്റ്റിയറിംഗ് ഉണ്ട്, പവർ ബ്രേക്ക് ഉണ്ട്, പവർ ക്ലച്ച് ഉണ്ട്, ഡിസ്ക് ബ്രേക്ക്, അങ്ങനെയുള്ളതെല്ലാം ചെയ്ത് ക്രൗണും പിനിയന് 41-11 ക്രൗണും പിനിയനും ആട്ടോ. എന്തായാലും അവിടെ നമ്മൾ ഇറങ്ങി വന്ന വഴിക്കൊരു അന്യായ ടാസ്ക്കുള്ള സ്ഥലമുണ്ട് കേട്ടോ. കാരണം കയറിപ്പോയത് വേറെ വഴിക്കാണ്, തിരിച്ചിറങ്ങുന്നത് ഈ വഴിക്കും. ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട്. നമ്മൾ അമലിൻ്റെ FJ ആയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ബാക്കൊക്കെ പൊങ്ങിയായിരുന്നു. അന്ന് അവൻ്റെ ആണെങ്കിൽ ഇന്ന് നമ്മുടെയാന്ന് പറഞ്ഞ അവസ്ഥ കേട്ടോ. വണ്ടിയുടെ ബാക്ക് വശം പൊങ്ങി വന്നു. വീഡിയോയിൽ ശരിക്കും കിട്ടിയില്ല, അത് വേറൊരു വിഷയം. കണ്ടോ സൂക്ഷ്യം കണ്ട് ഇറങ്ങിയില്ലെങ്കിൽ പെയ്യ അവിടെ ചെരിഞ്ഞിരിക്കും. പിന്നെ പേടിക്കേണ്ട, 2 സൈഡിലേക്ക് ചെരിഞ്ഞ് തട്ടി നിൽക്കാനുള്ള സ്ഥലമുള്ളവരോട് തട്ടി അവിടെ നിന്നുള്ളൂ, ഒന്നും പേടിക്കാനൊന്നുമില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വർക്കാകുന്നുണ്ട് കേട്ടോ. അത് തന്നെ കാണുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസം കേട്ടോ. ഒരു ഇച്ചിരി കൂടി ട്രാവൽ ലെങ്ത് കൊണ്ട് ഉണ്ടെങ്കിൽ നല്ലതാണെന്നൊരു തോന്നലുണ്ടെങ്കിലും ഓവറായി കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല കേട്ടോ. ചെരിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം മാന്യമായിട്ടുള്ള ഒരു ട്രാവൽ ലെങ്ത്ത് നമ്മുടെ ഷോക്ക് അബ്സോർബർ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ നമ്മൾ വിഞ്ചും കാര്യങ്ങളെല്ലാം അഴിച്ചു വെച്ചിട്ട് വണ്ടി ടെസ്റ്റ് ആയപ്പോഴേക്കും എല്ലാം അഴിച്ചു വെച്ചായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ വിഞ്ച് എടുത്ത് വെക്കണം. ഫ്രണ്ടിലത്തെ ഫ്രണ്ടിലത്തെ ആ ഒരു ലൈറ്റ് വെച്ചിരുന്നൊരു പോസ്റ്റ് ഉണ്ടല്ലോ, ഫ്രണ്ട് ഗ്രില്ലിൻ്റെ ഷേപ്പിനുള്ള ആ സാധനം ഇനി വെക്കണോ വേണ്ടയോ എന്നൊരു ആലോചന. വണ്ടി പണിത് നമ്മൾ മേടിച്ച സമയം മുതൽ നമ്മളത് വെച്ചിട്ടുണ്ട്. ഇനി അത് വേണമെന്നുള്ളൊരു ആലോചനയിൽ നിൽക്കോട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും വിഞ്ച് വെക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ 540 അവിടെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പേടിക്കാനൊന്നുമില്ല, താഴത്തേക്ക് എത്തി എന്നായാലും. കാരണം അവിടെ വരുമ്പോഴത്തേനൊരു പേടിയാണ്, മറിയോ എന്നൊരു തോന്നൽ തോന്നും കേട്ടോ. കാരണം ഒരു സൈഡ് പൊങ്ങുമോ, ബാക്കിലത്തെ ടയറൊക്കെ പൊങ്ങും. പക്ഷേ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഭീകരത മനസ്സിലാവാത്തത് കേട്ടോ.
നമ്മൾ ബാക്കിലെ പടുത കാര്യങ്ങൾ ബാക്ക് ഡോർ ഇതൊന്നും മാറാത്തതുകൊണ്ട് തന്നെ ആ 540ക്ക് 540യുടേതായ ഒരു ലുക്ക് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ 540യുടെ ലുക്ക് കടം എടുത്തുകൊണ്ടാണ് താർ ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ താറിൻ്റെ ലുക്കാണ് 540ക്ക് എന്ന് ആരും പറയരുത്. നമ്മളിത് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങണേ കേട്ടോ. ഇത് നല്ലൊരു അത്യാവശ്യം നല്ലൊരു കട്ടിങ് കേട്ടോ. ടയർ കണ്ടു, ഓഹ് എൻ്റെ മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ടയർ പൊങ്ങി ഒരു ടയർ താന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം അത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനിയും പറയൂ കേട്ടോ ടയർ അങ്ങനെ കയറി ഇറങ്ങി പോണ കാണാൻ. പിരിയൂ, കഷ്ടപ്പാടാലോ. ഇപ്പുറത്ത് ഇട്ടാ തിരിച്ചാ ആ ഫ്രീ ലബ് ഇടാന്ന് നടത്തിയായിരുന്നു, ഞാനും ഇടാന്ന് ഓർത്തിയായിരുന്നു. ഈ കഷ്ടപ്പാട് ഓർക്കുമ്പം ഇട്ട് പിരിക്കാനല്ലേ. അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞ 540 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്താണ് അഭിപ്രായം? എന്തെങ്കിലും സജഷൻസ് ഉണ്ടായിരുന്നോ? കാരണം 540 എടുത്ത് പറഞ്ഞത് നമ്മൾ താറിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയിട്ടുമില്ല, 540 ആയിട്ട് തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. നമ്മുടെ 540യുടെ മൊത്തം പണിതാണ്, അത്യാവശ്യം നന്നായിട്ട് പണിത് നല്ലപോലെ കഷ്ടപ്പെട്ട് പണിത് എടുത്തതാണ്. അപ്പോൾ അതിനൊരു പ്രതിഫലം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മേളിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നു മഞ്ഞ് കയറാൻ. എന്നാ കോടയാണോ മതി കയറി വന്നേ നോക്ക്. ഔ എന്തായാലേ കുറേ നാളുകൾക്ക് ശേഷം ആകാൻ ചെന്നപ്പോഴേക്കും കിട്ടിയൊരു കോടയും കൂടെയാണ്. നല്ല രസമായിരുന്നു, ഒരു വൈബായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് താഴത്തേക്ക് പോകും. താഴെ അപ്പോൾ നമ്മുടെ റൈഡേഴ്സ് കഫേ ഉണ്ട്, അവിടെ കയറിയിട്ട് ഒരു ചായയോ ബ്രെഡ് ഓംലേറ്റോ അല്ലെങ്കിൽ നൂഡിൽസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി മേടിച്ച് കഴിക്കണം. അതിവിടെ വന്നു കഴിഞ്ഞാൽ മഞ്ഞുള്ളപ്പോൾ ഒരു വൈബാണ്. പിന്നെ നല്ലൊരു മഴക്കോളും ഉണ്ടായിരുന്നു, മഴ പെയ്യാനും ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ താഴത്തേക്ക് പോവാണ്. നല്ല മഴയും മഞ്ഞുമാട്ടോ. ആഹാ അന്തസ്. കളിങ്കാപ്പി
നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് ഇരിക്കണേ ഭീകരനാണ് നമ്മുടെ സബ്സ്ക്രൈബറാട്ടോ എന്നെ കണ്ടത് തിരിച്ചറിഞ്ഞു. ചില്ലിങ് ആയിരുന്നു, വൈബായിരുന്നു, ഒന്നും പറയാനില്ല. ഫുള്ള് പൊളിയായിരുന്നു, ഒന്നും പറയാം. ന്യൂസ്കാരെ പറ്റി പറയുകയാണെങ്കിൽ ക്യാമറ തുറന്നു വെച്ചാൽ പിന്നെ പറയാനുള്ള ചെറിയതാണ്. ന്യൂസ്കാരെ കുറിച്ച് പറയണ്ടേ? തങ്കപ്പെട്ട ആരുടെ കണ്ണിലുണ്ണി തിരിഞ്ഞു പോകേണ്ടി വിട്ടുകളാലോ. വലിയ മനുഷ്യനാണല്ലോ. ഒരു ദിവസം കൂടി സ്റ്റേജിലുള്ള അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാ ചെലവുകൾ പറയുന്നത് നാളെ വരെ കാത്തിരിക്കുന്ന നിങ്ങളൊന്ന് വയനാട് ഇതുപോലെ പോയതാ. ഇന്ന് വയനാട് വരെ പോയത്. മഴ, തള്ള്, കട്ടൻ കാപ്പി, അന്തസ്. അതല്ല കാര്യമാണ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമ്മുടെ 540 റിവ്യൂ വീഡിയോ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി കാണിച്ചുകൊണ്ട് നമ്മൾ ഓഫ് റോഡ് വണ്ടി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു പെർഫോമൻസ് കാണിക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതുകൊണ്ടാണ് ഓഫ് റോഡിങ് കൂടുതൽ കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു. എന്തായാലും വേണ്ടില്ല നമ്മളങ്ങനെ തിരിച്ച് വീട്ടിൽ പോകണം. ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെയും ബൈ.